ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടൺ സ്റ്റൈലിലെ മുളക് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ കാണിക്കുകയാണ്. ഫസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉലുവ ഇട്ടു, അത് പൊട്ടിയപ്പോൾ കരിവേപ്പില ഇട്ടു. അതിലേക്ക് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും കരിവേപ്പില ഇട്ടതിൻ്റെ കൂടെ തന്നെ അതും കൂടെ ഇട്ട് ഇളക്കുകയാണ്. ഇളക്കി ചെറിയ കളർ വ്യത്യാസം വരണം, വേവണം. ഉള്ളി ഇഞ്ചി എല്ലാം ഒന്ന് എണ്ണയിൽ കിടന്ന് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ചേരുവ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. എണ്ണയിലൊന്ന് വെന്തതിന് ശേഷം നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്തുകാർ വയ്ക്കുന്ന മുളക് കറിയാണ് ഞാനിവിടെ വയ്ക്കുന്നത്, നമ്മുടെ നാട്ടിലെ മുളക് കറിയല്ല. അപ്പോൾ വെന്തതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ എന്താ ഇട്ടത്, കുടംപുളിയാണ് ഇട്ടിരിക്കുന്നത്. അതും ഉള്ളിയും കൂടെ ഒന്ന് മിക്സാക്കി അതൊന്ന് ചെറുതായിട്ട് വേവും. വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മസാല എന്ന് പറയുന്നത് ഇതിൽ ചേർക്കേണ്ടത്, മല്ലി ചേർക്കാൻ പാടില്ല. തേങ്ങയും മല്ലിയൊന്നും ചേർക്കാതെ നമ്മൾ മുളക് കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ട സാധനം, അതാണ്. അപ്പോൾ അത് ചേർത്ത് നല്ലതുപോലെ കുറച്ച് നേരം ഇതിനകത്ത് വേവണം. ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഫസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇതാ മുളക് പൊടി, അടുത്തത് മുളക് പൊടിയാണ്. ആ മുളക് പൊടി ഇട്ടു. ഇനി അത് 2-3 ചെറിയ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കി ഇതിൽ ഉള്ളിയും എല്ലാം എണ്ണയിൽ വെന്ത് കിടന്നതിനകത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. കാരണം എന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഓവർ മീനൊന്നുമില്ല, കുറച്ച് മീനേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ കറിയുടെ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ കൂട്ടാൻ പാടില്ല. കറി വയ്ക്കുക, നാളെ ആ കറി കൂട്ടുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. മുളക് കറി നമ്മൾ സാധാ വയ്ക്കണ മുളക് കറി അല്ല ഇത്, കോട്ടയക്കാർ വയ്ക്കണത്. കോട്ടയത്ത് സ്പെഷ്യലാണിത്, കോട്ടയത്തിൻ്റെ സ്പെഷ്യൽ മുളക് കറിയാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഇട്ടേക്കുന്ന മീനെന്ന് പറയുന്നത് ചൂരയാണ്. ചൂര മീൻ കൊണ്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു 100 ലൈക്ക് തരണം കേട്ടോ, നിങ്ങളെല്ലാവരും കൂടിയിട്ട്. ഇതാ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ